ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. വെടിക്കെട്ട് ദുരന്തങ്ങളിൽ ഉണ്ണികൃഷ്ണന് ജീവൻ തിരികെ ലഭിക്കുന്നത് ഇത് രണ്ടാം തവണയാണ്. 15 വർഷം മുമ്പ് നടന്ന വെടിക്കെട്ട് ദുരന്തത്തിലും കൂടെ ഉണ്ടായിരുന്നവർ ചിന്നിച്ചിതറിയപ്പോഴും ഉണ്ണികൃഷ്ണൻ ഓടി രക്ഷപ്പെട്ടു. മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് മൂത്രമൊഴിക്കാൻ പോയതുകൊണ്ട് മാത്രമാണെന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട് ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ അത്ഭുതം. 1 മിനിറ്റ് വൈകിയിരുന്നെങ്കിലോ 1 മിനിറ്റ് നേരത്തെ ആയിരുന്നെങ്കിലോ ഇന്നുണ്ടാകുമായിരുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു. വൈകിട്ട് 3:30 പടക്കത്തിന് തിരിയിടുന്ന ജോലിക്കിടെയാണ് മൂത്രമൊഴിക്കാൻ പടക്കപ്പുരയ്ക്ക് പുറത്തേക്ക് പോയത്. അല്പനേരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഗുണ്ടുണ്ടാക്കുന്ന പുരയിൽ നിന്ന് ചെറിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നത് ആദ്യം കണ്ടു. പിന്നീട് നടന്നതൊന്നും വിവരിക്കാൻ പോലും ആകാത്തത്ര കാഴ്ച മറയ്ക്കുന്ന സ്ഫോടനമായിരുന്നെന്ന് കവളപ്പാറ കിഴക്കേതിൽ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. 3 ഓടിട്ട പടക്കപ്പുരയും 2 ഷെഡും ഉൾപ്പെടുന്നതാണ് പടക്ക നിർമ്മാണശാല. ഇവിടെ 40ഓളം പണിക്കാരും ഉടമ സതീഷും ജോലി ചെയ്തിരുന്നു. മുൻകരുതലുകളെല്ലാം ഉണ്ട്. ഞായറാഴ്ചത്തെ തൃശ്ശൂർ പൂരത്തിനായി വെടിക്കെട്ടിനുള്ളവ തയ്യാറാക്കുകയായിരുന്നു. വിഷുവിന് വീട്ടിലെത്തി തിരികെ പോയതാണ്. പൂരം കഴിഞ്ഞ് തിരിച്ചെത്താമെന്നായിരുന്നു കരുതിയിരുന്നത്. പൊട്ടിത്തീർന്നപ്പോൾ അല്പസമയത്തിന് ശേഷം വീട്ടിലേക്ക് പോന്നു. മൊബൈലും വാച്ചും 500 രൂപയും ഉൾപ്പെടെ അതുവരെ ഉണ്ടായിരുന്ന സമ്പാദ്യം എല്ലാം പോയി. എങ്കിലും ജീവൻ തിരികെ ലഭിച്ചതിൻ്റെ സന്തോഷമാണെങ്കിലും ഉണ്ണികൃഷ്ണൻ്റെ മുഖത്തെ ഭീതി മാറിയിട്ടുണ്ടായിരുന്നില്ല. 2011 ഫെബ്രുവരിയിൽ ട്രാങ്ങാലിയിലുണ്ടായ വെടിക്കെട്ട് അപകടത്തിലും പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ ഇറങ്ങിയോടി ജീവൻ തിരിച്ചുപിടിച്ചയാളാണ് ഉണ്ണികൃഷ്ണൻ. അന്നും 12 പേർക്ക് ജീവൻ നഷ്ടമായി. പൊട്ടിത്തെറിക്കിടെ കടന്നുപോയ ട്രെയിനിലെ യാത്രക്കാരനും തെറിച്ചു വീണു മരിച്ചിരുന്നു. അന്നത്തെയും ഇപ്പോഴത്തെയും ദുരന്തം നേരിൽ കണ്ടതിൻ്റെ വല്ലാത്തൊരു ഭീതിയുണ്ട് മുഖത്ത്. കൂലിപ്പണിയില്ലാതായതോടെ മെയ്യിലാണ് മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയിൽ ജോലിക്ക് പോകുന്നത്. കൂലിപ്പണിയേക്കാൾ വേതനം ലഭിക്കുമെന്നത് തന്നെയാണ് വലിയ ആകർഷണം. പൊളിഞ്ഞു വീഴാറായ വീടൊന്ന് ശരിയാക്കണം. അതിനായി ഇതുവരെയുള്ള കൂലിയൊന്നും വാങ്ങിയിരുന്നില്ല. എല്ലാം തിങ്കളാഴ്ച വാങ്ങി വീട്ടിലേക്ക് വരാമെന്നും ഭാര്യയോട് ദുരന്ത ദിവസം ഉച്ചയ്ക്ക് ഫോണിൽ പറഞ്ഞിരുന്നു. 1:30 മണിക്ക് ഭക്ഷണം കഴിച്ചു. അപ്പോൾ വെറുതെ ശബ്ദം പകരുന്ന മൊബൈലിലേക്ക് കോളുകൊണ്ട് മൊബൈൽ എടുത്തു. മൊബൈൽ എടുത്തപ്പോൾ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഭാര്യ വിളിച്ചപ്പോൾ പോകുന്നതോ വിളിച്ചവർന്ന് വന്നു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് വന്നു. അങ്ങനെ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്ത് നിന്നിട്ട് വീണ്ടും പഠിക്കിയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 3:20 3:15 ബാത്റൂമിലേക്ക് പോകണം തോന്നി. അങ്ങനെ ബാത്റൂമിൽ പോയിട്ട് തിരിച്ച് വരേണ്ടതാണ്. തിരിച്ച് വരുമ്പോൾ അതിനകത്ത് എൻ്റെ പിന്നെ 5 പേരുണ്ടാകും, അതിലുണ്ടാകും. അപ്പോൾ ഷെഡിലേക്ക് വീട് എത്തുന്ന സമയത്ത് ഒരു പൊട്ടല് പൊട്ടിയുണ്ട്. ഷെഡിൽ അവിടേക്ക് എത്തുമ്പോൾ ഒരു പൊട്ടല് പൊട്ടുന്നു. അപ്പോൾ നേരെ തിരിച്ചോടി ബാക്കിലോട്ട് അങ്ങനെ പൊട്ടുന്നുണ്ട്. അപ്പം ഓടുമ്പോൾ ഓടിനകത്ത് കവറിനടുത്ത് വീണു. കവറിനടുത്ത് 2 സെക്കൻഡിനകത്ത് അവിടെ നിൽക്കാൻ പറ്റിയില്ല. പാർത്ത് കൂട്ടിയ കട്ടിയുടെ കാര്യത്തിൽ കട്ടിയാർന്ന് നീക്കാൻ പറ്റിയില്ല. പിന്നീട്ട് അത് നീച്ചിട്ട് ഓടിയപ്പോൾ തൊട്ടടുത്ത് പോകണ ഇത് വീടുണ്ടാവും. വീടിൻ്റെ മുകളിൽ കണ്ടിട്ട് പൊട്ടുന്നുണ്ട്. പൊട്ടുന്ന കഴിച്ച് മരത്തിൻ്റെ കൊമ്പങ്ങനെ കടക്കി ചാടുന്നുണ്ട്. ഇതിനാണ് റോഡിലേക്ക് എത്തി. നല്ലൊരു വീട്ടിൽ കയറി അത് വെള്ളം കുടിച്ചു. പഴയ മുറ്റത്തൊക്കെ ചോദിച്ചു ചോദിച്ചു വന്നു. Time Kids Preschool, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view News. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.